എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കാണുകയാണെങ്കിൽ അന്നും ഇതേ സ്നേഹഭാവത്തോടെ നോക്കുവാനായിരിക്കും എന്റെ ശ്രമം. അല്പം കണ്ണീര് പുരണ്ട നോട്ടമാണെങ്കിലും നീ ക്ഷമിക്കണം. എന്റെ മനസ്സിൽ അപ്പോഴും പഴയ വസന്തത്തിന്റെ ഓർമ്മകളായിരിക്കും. നമസ്കാരം. എൻ മോഹനന്റെ ഒരിക്കൽ എന്ന നോവൽ പരിചയപ്പെടാം. 122 പേജുകളിലായി അദ്ദേഹം വരച്ചിട്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച പെൺകുട്ടിയെ കുറിച്ചാണ്. എൻ മോഹനനോട് ജോസ് പനച്ചിപ്പുറവും ജോണി ലൂക്കോസും തന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച സ്ത്രീയെ കുറിച്ച് എന്തെങ്കിലും എഴുതി കൊടുക്കുവാനായി ആവശ്യപ്പെടുന്നു. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയെയും ഭാര്യയെയും ഓർത്തുവെങ്കിലും അവരെക്കാൾ ഏറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു പെൺകുട്ടിയെ ഓർമ്മ വന്നു. യൗവനത്തിന്റെ ആദ്യ രോമാഞ്ചത്തിൽ തളിർത്തു പൂത്തു നിന്നിരുന്ന പെൺകുട്ടിയായിരുന്നു അവൾ. അകലെയേക്കാൾ അകലെയാണു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളിലൂടെ പ്രണയത്തിൽ ഏർപ്പെട്ടവർ പിന്നീട് പാതി വഴിയിൽ പെട്ടെന്നൊരു ദിവസം യാത്ര പറയുക പോലും ചെയ്യാതെ അവർക്ക് പിരിയേണ്ടി വരുന്നു. വർഷങ്ങൾക്കു ശേഷം ആശുപത്രി കിടക്കയിൽ അയാൾ അവളെ വീണ്ടും കണ്ടുമുട്ടുന്നു. അന്ന് അവിടെ വെച്ച് പഴയ സംഭവങ്ങൾ ഓർക്കുന്നു. തന്റെ പ്രണയ ഓർമ്മകളിലൂടെയാണ് പിന്നീട് കഥ മുന്നോട്ടു പോകുന്നത്. ജാതിയുടെയും സമ്പത്തിന്റെയും മുൾമുനയിൽ പിരിയേണ്ടി വന്നവർ വർഷങ്ങൾക്കു ശേഷം ആശുപത്രി കിടക്കയിൽ മറ്റൊരാളുടെ ഭാര്യയായി അയാൾ അവളെ വീണ്ടും കണ്ടുമുട്ടുന്നു. അയാളുടെ ഭാര്യ തന്നെയാണ് മുകളിലത്തെ നിലയിൽ ആ സ്ത്രീയുണ്ടെന്ന് അയാളോട് പറയുന്നത്. മനോഹരമായ വരികളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. ആദ്യ പ്രണയം വിജയകരമല്ലെങ്കിൽ പോലും അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വസന്തകാലത്തിന്റെ ഓർമ്മകളായിരിക്കും. നോവലിന്റെ അവസാനം ഇങ്ങനെയായിരുന്നു: എന്നിട്ടും അവൾ അറിഞ്ഞില്ല, ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എന്റെ ഇഷ്ടം. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്കെന്നും നല്ലതു വരട്ടെ. അപ്പൊ എന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1999 പ്രസിദ്ധീകരിച്ച ഈ കഥ ഈ 2024 അതേ പുതുമയോടെ നിലനിൽക്കുന്നു എന്നതാണ്. നിങ്ങളിത് വായിച്ചിട്ടില്ല എങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. 150 രൂപയാണ് വില വരുന്നത്. നമ്മുടെ ബുക്ക് സ്റ്റോറുകളിലും ഓൺലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇനി തുടക്കക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ കഴിയുന്നത്, നമുക്ക് മനസ്സിലാകുന്ന ശൈലിയിലുമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.